റിലേഷൻഷിപ്പും മനോഹരമാക്കുന്നത് എഫേർട്സുകളാണ്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ വേണ്ട എഫേർട്സ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്പർ 1 എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഓപ്പൺ സ്പേസ് തന്നെയാണ്. വളരെ ഡീപ്പായിട്ടും ഹാർഡായിട്ടും ഒക്കെയുള്ള കോൺവെർസേഷൻസ് അവിടെ വരും. അത് വരണം, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്പർ 2 ഷോ അഫെക്ഷൻ എന്ന് പറയുന്ന കാര്യമാണ്. നമ്മൾ സ്നേഹം കാണിക്കുക തന്നെ വേണം. അതെങ്ങനെയാണോ നമ്മുടെ പാർട്ട്ണർ ഓക്കെ ആയിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ കൊടുക്കുക. നമ്പർ 3 എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പിന്തിരിഞ്ഞ് ഓടാൻ നിൽക്കരുത്. ഒരുമിച്ചിരുന്ന് പരിഹാരം കണ്ടെത്തുക. കാരണം നിങ്ങൾ ടീംമേറ്റ്സ് ആണ്. നമ്പർ 4 എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എൻകറേജ് ചെയ്യണം. അതായത് നിങ്ങളുടെ പാർട്ട്ണറിന് ഒരു ലക്ഷ്യമുണ്ട്, ഒരു സ്വപ്നമുണ്ട്. അത് അവരെക്കാൾ നന്നായിട്ട് നിങ്ങൾ വിശ്വസിക്കണം അവർക്കത് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത്. പിന്നെ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആയി കുറേയധികം നാൾ കഴിയുമ്പോൾ ഇനിയിപ്പോൾ എന്തിനാ ഇംപ്രസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതി നമ്മൾ നമ്മുടെ ലുക്സ് ഒക്കെ ഗീവ് അപ്പ് ചെയ്യും. ആ ഒരു രീതിയിലായിരിക്കും. പക്ഷെ ഒരു അട്രാക്ഷൻ എലമെന്റ് നിലനിർത്താനായിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്താൽ വളരെ നല്ല കാര്യമാണിത്. അതുപോലെ തന്നെ ഒരുപാട് വിവാഹം കഴിഞ്ഞ് ഒരുപാട് നാളായി, ഇപ്പൊ എന്തിനാ എക്സ്പീരിയൻസ്, എന്തിനാ ട്രിപ്പിന് പോകുന്നത്, എന്തിനാ ഡേറ്റ് നൈറ്റ് ചെയ്യുന്നത്, അങ്ങനെയല്ല. ആ സമയത്തും നിങ്ങൾ ഇന്റിമസി കൂട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഇന്റിമസി എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് എക്സ്പീരിയൻഷ്യൽ ഇന്റിമസി, ഫിസിക്കൽ ഇന്റിമസി, സ്പിരിച്വൽ ഇന്റിമസി, ഇന്റലക്ച്വൽ ഇന്റിമസി, ഇതെല്ലാം അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുക. അപ്പോൾ മാത്രമാണ് ഓരോ ബന്ധവും കൂടുതൽ കൂടുതൽ മീനിങ് ഫുൾ ആകുന്നത്.